ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പുനഃസംഘടനയിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനെതിരെ കലാപക്കൊടിയുയർത്തുകയാണ് എ ഗ്രൂപ്പ്. വ്യാപകമായ പ്രതിഷേധമാണ് എ ഗ്രൂപ്പ് പുനഃസംഘടനയുമായി പത്തനംതിട്ട ജില്ലയിൽ ഉയർത്തുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന DCC യോഗത്തിൽ ഒരു വിഭാഗം നേതാക്കൾ DCC പ്രസിഡന്റിൻ്റെ ഓഫീസ് ആക്രമിക്കുന്ന സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങളെത്തി. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ DCC അധ്യക്ഷനുമായിരുന്ന ബാബു ജോർജാണ് DCC പ്രസിഡന്റിൻ്റെ കതവ് ചവിട്ടി തുറക്കുവാൻ ശ്രമിച്ചത്. DCC പുനഃസംഘടനയിൽ അഭിപ്രായ രൂപീകരണത്തിനായി ശനിയാഴ്ച നടന്ന യോഗത്തിലാണ് സംഭവമുണ്ടായത്. എ ഗ്രൂപ്പിൻ്റെ പ്രമുഖ നേതാക്കളായ മുൻ MLA ശിവദാസൻ നായരും P മോഹൻരാജും മുൻ DCC പ്രസിഡന്റ് ബാബു ജോർജ് എന്നിവർ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. സംഭവത്തിൻ്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. യോഗത്തിൽ നിന്ന് ആദ്യം ഇറങ്ങി വന്ന ശിവദാസൻ നായർ മുറിയിലേക്ക് നോക്കി വാക്കുതർക്കത്തിൽ ഏർപ്പെടുത്തുന്ന ദൃശ്യങ്ങളിലുണ്ട്. പിന്നീട് ഇദ്ദേഹം ഓഫീസിൽ നിന്ന് പുറത്തുപോയി. ആദ്യം മുറിയിൽ നിന്ന് ഇറങ്ങി വന്ന മോഹൻരാജ് നേരെ തന്നെ ഓഫീസ് വിട്ടിരുന്നു. സ്ഥലത്ത് തന്നെ തുടർന്ന ബാബു ജോർജ് യോഗത്തിൽ ഉണ്ടായിരുന്നവരുമായി വീണ്ടും തർക്കത്തിൽ ഏർപ്പെട്ടു. യോഗത്തിൽ തുടർന്ന ഒരാൾ വാതിലടയ്ക്കാൻ ശ്രമിച്ചപ്പോഴാണ് ബാബു ജോർജ് വാതിൽ ചവിട്ടി തുറക്കാൻ ശ്രമിച്ചത്. സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിച്ചവരെ കൂടി പുനഃസംഘടനയിൽ ഉൾപ്പെടുത്തണമെന്നായിരുന്നു ഇറങ്ങിപ്പോയ നേതാക്കളുടെ ആവശ്യം. ഗ്രൂപ്പ് അടിസ്ഥാനത്തിലായിരിക്കണം പുതിയ ഭാരവാഹികളെ തീരുമാനിക്കേണ്ടതെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഇത് അംഗീകരിക്കാൻ നേതാക്കൾ തയ്യാറായില്ല. വിവിധ മേഖലയിലെ നേതാക്കളുടെ അഭിപ്രായം കൂടി പരിഗണിച്ചായിരിക്കും പുനഃസംഘടനയെന്നും യോഗത്തിൽ നേതാക്കൾ അറിയിച്ചു. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഭാരവാഹികളെ നിശ്ചയിക്കില്ലെന്നും KPCC ആയിരിക്കും തീരുമാനമെടുക്കുകയെന്നും യോഗത്തിൽ വ്യക്തമാക്കി. ഇതിന് പിന്നാലെയാണ് നേതാക്കൾ ഇറങ്ങിപ്പോയത്. എന്നാൽ ആരാണ് വാതിൽ ചവിട്ടിത്തുറക്കാൻ ശ്രമിച്ചതെന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നാണ് DCC അധ്യക്ഷൻ്റെ നിലപാട്. അടൂർ പ്രകാശ് MP, DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ, ജില്ലയുടെ ചുമതലയുള്ള MM നസീർ എന്നിവർ പങ്കെടുത്ത യോഗത്തിലാണ് മുൻ DCC പ്രസിഡന്റ് ബാബു ജോർജ് വാതിൽ ചവിട്ടി തുറക്കുവാനായി ശ്രമം നടത്തിയത്. ഏതായാലും സംഭവം വിവാദമായിരിക്കുകയാണ്.